ത്രിയേക ദൈവത്തിന് സ്തുതി. എല്ലാവർക്കും ഹെർമിറ്റ്സ് ടോക്സിൻ്റെ 591 ഭാഗത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം സദൃശ്യവാക്യങ്ങൾ 8-ാം അധ്യായം 34-ാമത്തെ തിരുവചനമാണ്. ദിവസം പ്രതി എൻ്റെ പടിവാതിൽക്കൽ ജാഗരിച്ചും എൻ്റെ വാതിൽ കട്ടളയ്ക്കൽ കാത്തുകൊണ്ടും എൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. 15 വർഷക്കാലമായി ഒരു കെമിക്കൽ പ്ലാന്റിൻ്റെ പ്രധാന കവാടത്തിൽ ഒരു മനുഷ്യൻ ജോലി ചെയ്തു വരികയാണ്. അയാളുടെ കണ്ണു വെട്ടിച്ച് ഒരാൾക്ക് പോലും അതിനകത്ത് കടക്കുവാനായിട്ട് സാധിക്കുമായിരുന്നില്ല. ആ സ്ഥാപനത്തിൻ്റെ സുരക്ഷ ഉറപ്പുവരുത്തുവാനായിട്ട് തന്നാൽ കഴിയുന്നതെല്ലാം അയാൾ ചെയ്തിരുന്നു. എന്നാൽ കാലം കഴിഞ്ഞപ്പോൾ അയാളിലുള്ളതായ ആവേശം കുറഞ്ഞു വന്നു. രാത്രികളിൽ ഉറങ്ങുവാനും മറ്റു പല ആക്ടിവിറ്റീസിൽ ഏർപ്പെടുവാനുമൊക്കെ അയാൾ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം അയാൾ ഉറങ്ങുന്ന സമയത്ത് 3 ആളുകൾ പ്ലാന്റിൻ്റെ അകത്ത് കയറുകയും ഒത്തിരി വിലപിടിച്ചതായ സാധനങ്ങൾ അവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോവുകയും ചെയ്തു. തൽഫലമായി ഈ മനുഷ്യൻ്റെ ജോലി നഷ്ടപ്പെട്ടു. ജോലിയിലുള്ള ശ്രദ്ധക്കുറവാണ് കാരണം. പ്രിയമുള്ളവരെ, നമ്മളൊക്കെയും ജോലി ചെയ്യുന്നവരാണ്. ജോലിയിൽ പ്രവേശിച്ച ആ നാളുകളിലുണ്ടായിരുന്ന ഉത്സാഹം ഇന്നും നമ്മളിൽ ഉണ്ടോ? ക്രിസ്തീയ ജീവിതത്തിൽ ശ്രദ്ധ ആവശ്യമാണ്. അത് കർത്താവായ യേശു ക്രിസ്തുവിൽ ആയിരിക്കുകയും വേണം. പലപ്പോഴും ആ ശ്രദ്ധ നഷ്ടപ്പെട്ടു പോകുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മുടെ മുമ്പിൽ എന്താണുള്ളത് എന്ന് നമുക്കാർക്കും അറിയില്ല. ചൂരൽ മലയിലും മുണ്ടക്കൈയിലും ഉരുൾപൊട്ടി അനേകം വീടുകൾ ഒലിച്ചു പോകുമെന്നോ ഒരുപാട് ജീവനുകൾ നഷ്ടപ്പെട്ടു പോകുമെന്നോ നമ്മൾ ആരും തന്നെ കരുതിയിരുന്നില്ല. ആയതുകൊണ്ട് പ്രിയമുള്ളവരെ, ഏത് സാഹചര്യത്തിലും നല്ലത് പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഇന്ന് എന്നെ മനഞ്ഞവനെ ഞാൻ കാണും എന്നുള്ളതായ വിചാരത്തിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചാൽ നമുക്കാർക്കും ദുഃഖിക്കേണ്ടി വരികയില്ല. ദൈവത്തെ മുറുകെ പിടിക്കുന്നവരും ദൈവത്തിൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുന്നവരുമായി ജീവിക്കുന്ന ഭാഗ്യമുള്ളവരായി തീരുവാൻ നമ്മളെല്ലാവരെയും സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.